ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. താൻ മാത്രം അമർത്തിയതുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നതിനുമായ സർവശക്തനായ ദൈവം, അവിടുത്തെ ദയവിലും കരുണയിലും ഒരു ദിവസം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. വളരെ അർത്ഥവത്തായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ഈ സങ്കീർത്തന പുസ്തകത്തിൽ കൂടി ചിന്തിക്കുകയായിരുന്നു. സാധാരണ നമ്മൾ ചിന്തിക്കുന്ന സങ്കീർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ വെറുതെ പാട്ടുകൾ ലളിതമാണെന്ന് വിചാരിക്കുമെങ്കിൽ ഗഹനമേറിയ ആഴമേറിയ ഓരോ സത്യങ്ങളും ഉപദേശങ്ങളും നമ്മളെ അത് കാണിച്ചു തരികയാണ്. ജീവിതത്തിൻ്റെ വ്യർത്ഥതയെക്കുറിച്ച് 49-ാമത്തെ സങ്കീർത്തനത്തിൽ കാണിച്ചു തന്നു. മനുഷ്യൻ്റെ പ്രൗഢിക്കോ ആഡംബരത്തിനോ ഒന്നിനും, അതായത് ശവക്കുഴിയിലേക്ക് ഇറക്കുമ്പോൾ ശീർഷകങ്ങളെല്ലാം അറ്റുപോകുമെന്ന് പറയും. ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ ഓരോ ശീർഷകങ്ങൾക്ക് ഓരോന്നും നമ്മൾ കൊടുക്കത്തില്ലോ, ഓരോന്നും അതെല്ലാം ശവക്കുഴിയോട് അറ്റുപോവുകയാണ്. അതിനകത്ത് എല്ലാവരും സമന്മാരാകുകയാണെന്നാണ് പറയുന്നത്. ഇവിടെ 50-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ ഇത് ആസാഫിൻ്റെ സങ്കീർത്തനം എന്ന് പറയും. ആസാഫിൻ്റെ സങ്കീർത്തനയോടെയാണ് തുടങ്ങുന്നത്. കുറച്ച് സങ്കീർത്തനം കൂടി ആസാഫിൻ്റേതായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ആസാഫിൻ്റേതാണോ എന്ന് ചിന്തകന്മാർ ഇത് പറയുന്നുണ്ട്. കാരണം പലതും അതിന് ശേഷം എഴുതിയതാണെന്നൊക്കെ വരുന്നുണ്ട്. ഏതായാലും അത് ക്രമീകരിച്ചപ്പോൾ അതങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു. അതിൻ്റെ പഴയ ഏടുകളൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ അത് ട്രാൻസ്ലേഷനിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങളായിരിക്കാം. ഏതായാലും എല്ലാം നമ്മുടെ പ്രയോജനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ക്രോഡീകരിച്ചിരിക്കുന്നതാണ്. മനുഷ്യനാണ് ഇങ്ങനെയെല്ലാം വേർതിരിച്ച് എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ആക്കി. എന്നാൽ എല്ലാത്തിലും ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. 50-ാമത്തെ സങ്കീർത്തനത്തിലും 3 പാർട്ടായിട്ട് വേണമെങ്കിൽ തിരിക്കാൻ പറ്റും. 3 4 പാർട്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്നാമത്തത് ഒരു മ്യൂസിക് നോട്ടിനോട് കൂടെ തീരുന്ന സേല എന്ന് പറയുന്ന ആ ഒരു ഇതിൽ അവിടെ നമുക്ക് 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ, പിന്നെ 7 മുതൽ 15 വരെ മറ്റൊരു പോർഷനും, 16 മുതൽ അതിൻ്റെ അവസാന ഭാഗം വരെ അല്ലെങ്കിൽ 22-ാമത്തെ വാക്യം വരെ ഒരു പോർഷനും, മറ്റൊരു കോമൺ ആയിട്ടുള്ള ഒരു ഇതുമാണ്. ഇവിടെ നമ്മൾ കാണുന്നു കൂട്ടിവരുത്താനായിട്ടാണ്. ദൈവം പ്രബോധനത്തിനായി തൻ്റെ ജനത്തെ കൂട്ടിവരുത്തുകയാണ്. തുടങ്ങുന്നതിന് ദൈവം യഹോവയായ ദൈവം അരുളി ചെയ്തു, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു. സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോനിൽ നിന്നും ദൈവം പ്രകാശിക്കുന്നു. നമ്മുടെ ദൈവം വരുന്നു, അവനുമായിരിക്കില്ല. അവൻ്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു, അവൻ്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു. സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെയും ഭൂമിയെ വിളിക്കുന്നു. അതായത് ഭൂമി എന്ന് പറയാൻ തൻ്റെ ജനത്തെ അവൻ വിളിച്ചു കൂട്ടുകയാണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയാ സിയോനും ദൈവം പ്രകാശിക്കുന്നു. ഈ സിയോനെക്കുറിച്ച് പല സങ്കീർത്തനങ്ങളും നമ്മൾ കാണുന്നുണ്ട്. 2-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനം തന്നെ 2-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ പർവ്വതമായ സിയോൻ എന്ന് പറയുന്നുണ്ട്. 42-1 നമ്മൾ കാണുന്നുണ്ട്, അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ സ്തുത്യനുമാകുന്നു. മഹാരാജാവിൻ്റെ നഗരമായ ഉത്തരഗിരിയായ സിയോൻ പർവ്വതം എന്ന് പറയാം. ഇവിടെ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോനും ദൈവം പ്രകാശിക്കുന്നു. ഒരു ഉയർന്ന സ്ഥലത്തു നിന്ന് ദൈവം അരുളി ചെയ്യുന്നതായിട്ട് കാണുന്നു. ഇപ്പോൾ ഗിരിപ്രഭാഷണം നമ്മൾ കാണുമ്പോൾ കർത്താവ് അനന്തരം ശിഷ്യന്മാരെ കണ്ടാലും മലമേൽ കയറി അവരവരോട് അരുളി ചെയ്ത് നിന്നാൽ, ഉയർന്ന സ്ഥലത്തിരുന്ന് പ്രസംഗിക്കുമ്പോൾ മറ്റുള്ളവർക്കെല്ലാം കേൾക്കാനായിട്ട് പറ്റുന്നു. അതൊരു ഇത് ശബ്ദത്തിൻ്റെ ഇതാണ്. പിന്നീട് കർത്താവ് പറഞ്ഞെങ്ങനെയാണ്? പടക് കരയിൽ നിന്ന് അല്പം മാറ്റിയിട്ടിട്ട് അവരോട് സംസാരിക്കുക. അപ്പോൾ ശബ്ദം നല്ലപോലെ തെളിച്ചമായിട്ട് കേൾക്കാം. ആ ശബ്ദത്തിൻ്റെ കടലിൽ നിന്ന് വരുന്ന ആ ശാന്തമായ കാറ്റിൽ കൂടെ നല്ല വ്യക്തതയാർന്ന ശബ്ദം എല്ലാവർക്കും കേൾക്കത്തക്കവണ്ണം അത് കേൾക്കാനായിട്ട് സാധിക്കും. അതൊക്കെ വളരെ മനോഹരമായിട്ടുള്ളൊരിതാണ് അല്ലേ. എത്ര ഇതായിട്ട് ഉയരത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും കേൾക്കാം, താഴെയുള്ളവർക്കെല്ലാം അത് മുഴങ്ങി കേൾക്കും. ഇവിടെ ഈ സിയോനും ദൈവം സംസാരിക്കുകയാണ്. അവിടെ പറയും, നമ്മുടെ ദൈവം വരുന്നു, അവനുമായിരിക്കില്ല. അവൻ്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു, അവൻ്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു. തൻ്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ പറയാം. തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയും വിളിക്കുന്നു. ഉണ്ടോ?
എന്നിട്ട് ദൈവം പറയും, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരാ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. ദൈവം തന്നെ ന്യായാധിപതിയായിരിക്കാൻ ആകാശം അവൻ്റെ നീതിയെ ഘോഷിക്കും. ഇവിടെ ആരെയാ കൂട്ടിവരുത്തേണ്ടതെന്ന് പറയുന്നത്? ആരോടാ പ്രബോധനം? യാഗം ചെയ്ത് എന്നോട് നിയമം ചെയ്തവരാ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്ക് കൂട്ടിവരുത്തുവീൻ. ദൈവത്തിൻ്റെ ജനമെന്ന് പറയുന്നത് യാഗം ചെയ്യുക. പഴയ നിയമകാലങ്ങളിലേക്ക് ഉടമ്പടിയാണ് യാഗം ചെയ്യുന്നത്. അബ്രഹാം യാഗം ചെയ്ത് ഉടമ്പടി സ്ഥാപിക്കുന്നുണ്ട് ദൈവമായിട്ടൊക്കെ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രത്യക്ഷമായ പുറമേയുള്ള യാഗങ്ങളില്ല. എന്നാൽ മറ്റൊരു ഉടമ്പടിയുണ്ട്. അതാണ് ക്രൂശിൽ യേശു നിർവഹിച്ച രക്ഷയുടെ ഉടമ്പടി. ആ യാഗത്തിൻ്റെ ഉടമ്പടി അതാണ് രക്തമെടുത്ത് വാഴ്ത്തി ഇത് നിങ്ങൾക്ക് വേണ്ടി പുതിയ നിയമത്തിലെ ഉടമ്പടിയുടെ രക്തമാകുന്നു എന്ന് പറയുക. ഉടമ്പടിയുടെ രക്തമായ യേശുവിൻ്റെ ആ ക്രൂശിലെ കഷ്ടാനുഭവങ്ങളൊക്കെ, ആ തിരുരക്തം, തിരുശരീര രക്തങ്ങളെല്ലാം ഒരു ഉടമ്പടിയാണ്. ആ രക്തത്തിൻ്റെ ഉടമ്പടി അത് ഉൾക്കൊണ്ട ഒരു വ്യക്തിയാണ് യഥാർത്ഥമായ വിശ്വാസി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ യേശുവിനെ ഒരു മഹത്വവാനായി കണ്ടതുകൊണ്ടോ നല്ല ഉപദേഷ്ടാവായി കണ്ടതുകൊണ്ടോ നല്ല ശ്രേഷ്ഠനായ ഒരു വ്യക്തിയെ കണ്ടതുകൊണ്ടോ ഒന്നും ദൈവത്തിന് അത് അംഗീകൃതമല്ല. മറിച്ച് അവൻ നമുക്ക് നേടിത്തന്ന, അവൻ നമുക്ക് വേണ്ടി അർപ്പിച്ച യാഗത്തിൻ്റെ വില മനസ്സിലാക്കുക. ആ ക്രൂശിൻ്റെ യാഗാർപ്പണത്തിൻ്റെ വില അറിഞ്ഞ് നമ്മളെ തന്നെ അർപ്പണം ചെയ്യുക. അല്ലേ, തന്നെ തന്നവന് വേണ്ടി നമ്മുടെ എന്തെങ്കിലും കൊടുത്താൽ അവൻ പ്രസാദിക്കുകയില്ല, നമ്മെ തന്നെ കൊടുക്കണമെന്ന്. ഇപ്പോൾ ഇവിടെ പറയും, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ അവരാണ് വിശുദ്ധന്മാർ. ഒരു ഉടമ്പടി ചെയ്തവരാണ് വിശുദ്ധന്മാർ. അല്ലേ, ഇത് പലരും പല ഉടമ്പടി ചെയ്യും, പലയിടത്തുമൊക്കെ ചെന്നതൊന്നുമല്ല. ചില ദേവാലയത്തിന് അടിമ വെക്കുന്നുണ്ട്. ദേവാലയത്തിനൊന്നും അടിമ വെച്ചിട്ടൊന്നും കാര്യമില്ല. വിശുദ്ധന്മാർക്ക് അടിമ വെക്കുന്നുണ്ട്. അതൊക്കെ തെറ്റായിട്ടുള്ളൊരിതാണ്. ഒരുത്തന് മാത്രം, നമ്മുടെ സൃഷ്ടാവാൻ ദൈവത്തിന് മാത്രമേ നമ്മൾ അർപ്പണം ചെയ്യാവുള്ളൂ. അവിടുന്നാണ് നമ്മുടെ സർവസ്വവും. അങ്ങനെ യാഗം ചെയ്തവരാണ് ദൈവത്തിന് പ്രസാദം. ഇനി അവരോട് ദൈവം സംസാരിക്കുക. അങ്ങനെയുള്ളവരോട് ദൈവം സംസാരിക്കുക. എന്താണ്? അവർ ദൈവം വിളിക്കുന്ന എൻ്റെ ജനമേ എന്ന. എൻ്റെ ജനമേ കേൾക്ക്, 7ാമത്തെ വാക്ക്, എൻ്റെ ജനമേ കേൾക്ക്, ഞാൻ സംസാരിക്കും. ഇസ്രായേലെ, ഞാൻ നിന്നോട് സാക്ഷിക്കും. ദൈവമായ ഞാൻ നിൻ്റെ ദൈവമാകുന്നു. നിൻ്റെ ഹനനയാഗങ്ങളെക്കുറിച്ച് ഞാൻ എന്നെ ശാസിക്കുന്നില്ല. നിൻ്റെ ഹോമയാഗങ്ങൾ എപ്പോഴും എൻ്റെ മുമ്പാകെ ഇരിക്കുന്നു. അപ്പോൾ ഇസ്രായേലിന് യാഗമൊക്കെ കഴിക്കുന്നുള്ളൂ, അതിനെക്കുറിച്ച് ദൈവമൊന്നും പറയുന്നില്ല. പക്ഷെ അതിൽ തന്നെ നിരർത്ഥകമാണെന്ന് പറയുന്നുണ്ട്. കാരണം വെറുതെ റിച്വൽസിൽ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനെക്കുറിച്ചാണ് തുടർന്ന് പറയുന്നത്. നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ടുകൊറ്റന്മാരെയോ ഞാൻ എടുക്കുകയില്ല. കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിൽ 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. മലകളിലെ പക്ഷികളൊക്കെ ഞാൻ അറിയുന്നു. വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല. ഭൂലോകവും അതിൻ്റെ നിറവും എൻ്റേതത്രേ. ഞാൻ കാളകളുടെ മാംസം തിന്നുമോ? കോലാട്ടുകൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ? ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത്യുന്നതിൻ്റെ നേർച്ചകളെ കഴിക്കുക. കഷ്ടകാലത്ത് എന്നെ വിളിച്ച് വീക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഇപ്പോൾ ദൈവത്തിന് നമ്മുടേതൊന്നും ആവശ്യമില്ല. ദൈവം കാളകളുടെ മാംസം തിന്നുമോ? രക്തം കുടിക്കുമോ? ഇല്ല. അതല്ല, നമുക്ക് പഴയ നിയമ പ്രമാണത്തിൽ അവരുടെ മനസാക്ഷിയിലൊരു സമാധാനം വരാനിരിക്കുന്നവൻ്റെ ഇവിടെ നിഴലായിരുന്നു അത്. പൊരുളെന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. യാഗങ്ങളെല്ലാം പൂർത്തീകരണം. അവർക്കൊരു മനസാക്ഷിയിലൊരു അല്പസമാധാനം, പൂർണ്ണ സമാധാനം കിട്ടിയില്ല. അവർ തെറ്റുകൾക്കൊക്കെ പ്രായശ്ചിത്തമായിട്ട് അവർ തന്നെ ഒരു യാഗാർപ്പണം, അത് ക്രിസ്തുവിൻ്റെ നിഴലാണ്. ക്രിസ്തുവിലാണ് അതെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നത്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവരനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു അത്രേ എന്ന് പറയുന്നുണ്ട്. അരുഭയിൽ പോലുള്ള യേശു ഉണ്ടെന്ന് അവിടെ കാണുന്നത്. അവൻ ആരംഭത്തിലേ ഉണ്ട്. അബ്രഹാം മുമ്പേ ഞാൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് കർത്താവ് യഹൂദന്മാരോട്. ഇപ്പോൾ ദൈവം അവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ചിലർ എന്തെല്ലാം കൊടുക്കുന്നത് ദൈവത്തിന്, അത് കൊടുക്കുന്നു, ദൈവം വെടിക്കെട്ട് നേരുന്നു, എന്തെല്ലാം അതാണ് കൊടുക്കുന്നത്. അല്ല, ദൈവത്തിന് ഇതുപോലെ വേണോ? ദൈവത്തിന് നമ്മളെ തന്നെ കൊടുക്കണം. നമ്മളില്ലാത്ത നമ്മുടേതായ ഒരു സംഭാവനയും നമ്മുടെ ഇല്ലാത്ത ഒന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നെ തന്നെയാണ് ദൈവത്തിന് ആഗ്രഹം. ഒരു വൃദ്ധരായ മാതാപിതാക്കൾ മക്കൾ ദൂരത്തേക്ക് പോയി എല്ലാ വർഷവും അവർ ബർത്ത്ഡേയൊക്കെ എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് ഒരു കേക്കോ എന്തെങ്കിലുമൊക്കെ പാഴ്സലൊക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കും. കൊരിയറിലോ അങ്ങനെയൊക്കെ അയച്ചു കൊടുക്കും. ഇത് 2-3 വർഷം ആവർത്തിച്ചപ്പോൾ ഒരു വർഷം അവരത് തിരിച്ചയച്ചു. അവർ റിജക്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് നിൻ്റെ ഈ ഈ സമ്മാനങ്ങളല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് നിന്നെ തന്നെയാണ് കാണേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ചില എന്തെങ്കിലും കൊടുത്ത് നമുക്ക് ദൈവത്തെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. കാരണം എല്ലാം ദൈവത്തിൻ്റെതാണ്, അല്ലേ? വയലിലെ മൃഗങ്ങളും പക്ഷികളും എല്ലാം ദൈവത്തിൻ്റെതല്ലേ.
അവൻ എന്ത് കൊടുത്താൽ നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റും? അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്യണം. രണ്ടാമതോട് പറയുക, ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക. അതായത് ദൈവം ചെയ്ത നന്മകൾക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കുക. അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. അത്യുന്നതിൻ്റെ നേർച്ചകളെ കഴിക്കുക. പിന്നെ 15-ാമത്തെ, കഷ്ടകാലത്ത്, പ്രതിസന്ധികളിൽ കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുക. അപ്പോൾ നീ എന്ത് ചെയ്യണം? നീ എന്നെ മഹത്വപ്പെടുത്തണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കോൾ ഓൺ മീ ഇൻ ദ ഡേ ഓഫ് ട്രബിൾ, ഐ വിൽ ഡെലിവർ യു ആൻഡ് യു ഷാൾ ഗ്ലോറിഫൈ മീ. എന്നെ വിളിച്ചപേക്ഷിക്കുക, ദൈവം വിടുവിക്കും. ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തണം. ഇനി അടുത്തൊരു പോർഷൻ പറയുക, എന്നാൽ 16-ാമത്തെ വാക്യം, ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു. ഈ യാഗം ചെയ്യാത്ത ഈ ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുകയാണ്, നീ എൻ്റെ ചട്ടങ്ങൾ അറിയിക്കുവാനും എൻ്റെ നിയമത്തെ നിൻ്റെ വായിലെടുക്കുവാനും നിനക്കെന്ത് കാര്യം? സമർപ്പണമില്ലാത്ത ദൈവവേലക്കാരെക്കുറിച്ചായിരിക്കും അവിടെ പറയുന്നത്, അല്ലെങ്കിൽ ദൈവവിശ്വാസികളെക്കുറിച്ചായിരിക്കും അവിടെ പറയുന്നത്, അല്ലേ? നീ ശാസനയെ വെറുത്ത് എൻ്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞുവല്ലോ. അനേകർക്ക് വചനം അറിയത്തില്ല, എൻ്റെ വചനം അറിയത്തില്ല. കള്ളനെ കണ്ടാൽ നീ അവനെ അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു, നിന്റെ വായി നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു, നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, നിന്റെ അമ്മയുടെ മകനെക്കുറിച്ച് അപവാദം പറയുന്നു. ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കുക, ഞാൻ നിന്നെപ്പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. കേട്ടോ, ദൈവത്തിൻ്റെ ശാസനയൊന്നും ഇഷ്ടമല്ല. എപ്പോഴും അവന് മധുരവാക്കുകളാണ് ഇഷ്ടം, ലാവണ്യ വാക്കുകളാണ് ഇഷ്ടം. ദൈവം ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്നുണ്ട് കർത്താവ് ദേവാലയത്തിലേക്ക്, എന്നാൽ അവൻ കഠിനമേറിയ ചില വാക്കുകളും പറയുന്നുണ്ട്. ഒരിക്കൽ പറയുന്നുണ്ട്, യഹൂദന്മാർ പറയുന്നുണ്ട്, ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് അംഗീകരിക്കാൻ പറ്റും? കാരണം എൻ്റെ മാംസം തിന്നാൻ രക്തം കുടിക്കാൻ ജീവനില്ല എന്നൊക്കെ കർത്താവ് പറയുമ്പോൾ അവർ പറയും, ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് അംഗീകരിക്കാൻ പറ്റുമെന്ന് എല്ലാവരും അവനെ വിട്ടുപോയി. അവസാനം ശിഷ്യന്മാർ മാത്രം ശേഷിച്ചു. അപ്പോൾ യേശു അവരോട് ചോദിക്കുക, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ എന്ന്. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ നിന്നെ വിട്ട് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലല്ലയോ എന്ന്. ഉണ്ടോ? പത്രോസ് അപ്പോസ്തലന് മനസ്സിലായി. അതാണ്. അപ്പോൾ ശാസന കേൾക്കുമ്പോൾ ആ ശാസനയെ അംഗീകരിക്കാൻ, ദൈവം ശിക്ഷിക്കുമ്പോൾ മുഷിയാതെ അത് നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കണം. അവിടെ പറയുക, ദൈവത്തിൻ്റെ വചനങ്ങളെ പുറകിലെറിയരുത്. ദൈവത്തോട് നമുക്ക് മുമ്പിൽ നമുക്ക് വഴികാട്ടിയായിരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തയിലൊക്കെ ദൈവവചനം നിറയണം. നമ്മുടെ പ്രകാശമായിരിക്കണം, പാതയ്ക്ക് പ്രകാശമായിരിക്കും. പിന്നെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. കള്ളനെ കണ്ടാൽ അവർക്ക് അനുകൂലപ്പെടരുത്, അവൻ്റെ തെറ്റിനോട് നമ്മൾ അനുകൂലപ്പെടരുത്, തെറ്റിൽ അകന്ന് നിൽക്കണം. എന്നാൽ പാപിയെ സ്നേഹിക്കണം, പക്ഷെ പാപത്തെ ഉരക്കണമെന്ന് പറയും. വ്യഭിചാരികളോട് പങ്കുകൂടുന്നു, വായി ദോഷത്തിന് വിട്ടുകൊടുക്കും. വായാണ് ഭയങ്കര എന്തെല്ലാം ദോഷം അത് പറയുന്നത്. ഇപ്പോൾ വായി കടിഞ്ഞാടിന് പറയുന്നത്. നിൻ്റെ നാവ് വഞ്ചന പണിക്കുന്നില്ല, നാവിന് കടിഞ്ഞാണിടണം. നീ ഇരുന്ന് നിൻ്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, നിൻ്റെ അമ്മയുടെ മകനെക്കുറിച്ച് അപവാദം പറയും. അപവാദം, മേഷണി, ഇതെല്ലാം പറയുന്ന ഇതുണ്ട് നാവുകളോട്. ചിലരൊക്കെ എന്താണ്, നിങ്ങൾ നാവ് കൊണ്ട് അവർ ജയിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ അവസാനം പറയുകയാണ്, എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിൻ്റെ കണ്ണു മുമ്പ് അവയെ നിരത്തി വയ്ക്കും. ഇതെല്ലാം നമ്മുടെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും. നമ്മൾ പറഞ്ഞ ഏത് നിസ്സാര വാക്കിന് ന്യായവിസ്താരമുൽ ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് അത് അനുദപിക്കുമ്പോൾ അതെല്ലാം മാഞ്ഞു പോവുക. 22-ാമത്തെ വാക്യം, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവയ്ക്കുവാൻ ആരും ഉണ്ടാകുകയില്ല. ദൈവത്തെ മറക്കരുതെന്നാണ് പറയുക, ദൈവത്തെ ഓർക്കണം. 23-ാമത്തെ വാക്യം, കൺക്ലൂഷൻ, സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുമ്പോഴെല്ലാം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുക, തുടർന്ന് നടപ്പ് ക്രമപ്പെടുത്തുക. നമ്മുടെ വഴികളെല്ലാം നമ്മൾ സൂക്ഷിക്കുക, അവിടെയെല്ലാം തിരുത്തേണ്ടതുണ്ട്, അത് തിരുത്തുക. അപ്പോൾ ദൈവം തൻ്റെ രക്ഷയെ കാണിക്കും, രക്ഷയുടെ വഴിയിൽ കൂടെ നമ്മളെ സഞ്ചരിക്കുമാറാക്കും. ഇതാണ് ദൈവം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദൈവത്തിന് നമ്മളെ തന്നെ നമുക്ക് അർപ്പിക്കാം, ദൈവകരങ്ങൾ നമ്മളെ തന്നെ സമർപ്പിക്കാം. യാഗം കഴിച്ച് എന്നോട് നിയമിച്ചതിനായ വിശുദ്ധന്മാരെ എൻ്റെ അടുത്ത് കൂട്ടി വരുത്തുവിനെന്ന് വിളിച്ചത് ദൈവമേ. മഹായാഗമായി ഞങ്ങൾക്ക് വേണ്ടി മറുവിലിയായ ക്രൂശിൽ യേശു യാഗമായി തീർന്നു ഞങ്ങൾ കാണുന്നു. ആ ക്രൂശിൻ്റെ ചുവട്ട് ഞങ്ങളുടെ ദേഹത്തെ സമ്പൂർണ്ണമായി തീരുന്നു. അപ്പോൾ ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നിനക്കിഷ്ടമില്ലാത്ത അനിഷ്ടമായുള്ളത് വന്നു പോയതെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവേ. യേശുവേ, നിൻ്റെ പുണ്യാഹാരക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച് കറിയും കളങ്കവുമില്ലാത്തവരായി നിർമ്മലരായ ഞങ്ങളെ വിശുദ്ധരായ ശുദ്ധിയുള്ളവരായ ഞങ്ങളെ മാറ്റി നിൻ്റെ ഹിതഞ്ഞ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. നിൻ്റെ വഴിയിൽ കൂടെ ഞങ്ങൾക്ക് നടക്കുവാനിടയായി തീരണമേ. സ്തോത്രമെന്ന യാഗം അർപ്പിച്ച് നിന്നെ മഹത്വപ്പെടുവാൻ ഞങ്ങൾക്കിടയായി തീരണമേ. ഏത് പ്രതികൂലത്തിലും കഷ്ടത്തിലുമൊക്കെ നിന്നെ വിളിച്ചപേക്ഷിക്കുവാനും നിൻ്റെ വിടുതൽ ഞങ്ങൾക്ക് തിരിച്ചറിയുവാനും ദൈവം എനിക്ക് വലിയ ചെയ്തു എന്ന് പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയായി തീരണമേ കർത്താവേ.
എല്ലാറ്റിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ തന്നെ തരാതെയുള്ള ഒന്നും പൂർണ്ണമല്ല എന്നുള്ളതിനാൽ ഞങ്ങളെ തന്നെ തരുന്ന കർത്താവേ, കുറവുകളും കുറ്റങ്ങളും എല്ലാം ക്ഷമിക്കണമേ. മഹത്വം കൊടുത്ത് മാത്രം എടുക്കണം. ആമേൻ.